Hi everyone. Next topic energy meter board installation. Energy meter board install ചെയ്യുന്ന സമയത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഫസ്റ്റ് അതിനകത്തൊരു എക്യുപ്മെൻറ്റ് എനർജി മീറ്റർ ഫിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ് റോൾ ജമ്പർ. അതായത് ഹോൾസ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇറ്റ്സ് എ പർപ്പസ്. അതിൻ്റെ പർപ്പസ് എന്ന് പറയുമ്പം ടു മേക്ക് ഹോൾസ് ഇൻ ദ ബ്രിക്ക് ആൻഡ് കോൺക്രീറ്റ് വാൾസ് ഓർ സീലിംഗ് ഫോർ ഫിക്സിംഗ് ദ ബാറ്റൺ ഓർ റൗണ്ട് ബ്ലോക്ക്. ബാറ്റണോ അല്ലെങ്കിൽ റൗണ്ട് ബ്ലോക്കോ ഒക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിക്കിൽ കോൺക്രീറ്റ് വാളിൽ അല്ലെങ്കിൽ സീലിങ്ങിലൊക്കെ ഹോൾസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ് റോൾ ജമ്പർ എന്ന് പറയുന്നത്. ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് റോൾ ജമ്പർ. അതിന് രണ്ട് പാർട്സ് ആണുള്ളത്. ടൂൾ ബിറ്റ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. അത് കാർബൺ സ്റ്റീൽ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അതുപോലെ ടൂൾ ഹോൾഡർ നമ്മൾ പിടിക്കുന്ന ഭാഗമുണ്ട്. അതിനെയാണ് നമ്മൾ മൈൽഡ് സ്റ്റീൽ കൊണ്ടാണ് ടൂളിൻ്റെ ഹോൾഡർ മേക്ക് ചെയ്തിട്ടുണ്ടാവുക. അതിൻ്റെ സൈസസ് ഡിഫറെൻറ്റ് സൈസിലാവില്ല. നമ്പേഴ്സാണ് സാധാരണ പ്രൊവൈഡ് ചെയ്യാറുള്ളത്. അതിൻ്റെ ഷാങ്കിൻ്റെ സൈസ് അനുസരിച്ചാണ് നമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമ്പർ 8, 10, 12, 14 അത്രയുമാണ് ഇലക്ട്രിക്കൽ വർക്കുകൾക്ക് വേണ്ടിയിട്ട് സാധാരണ ഉപയോഗിക്കുന്ന 4 സൈസസ്. ടു മേക്ക് ദ ഹോൾസ്, ഇനി ഹോൾസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് റോൾ ജമ്പർ ഉപയോഗിച്ചിട്ട്? ഹെൽഡ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദ വാൾ സർഫസ്. ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും റൈറ്റ് ആംഗിളിൽ 90 ഡിഗ്രി വാളിൻ്റെ സർഫസും റോൾ ജമ്പറും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയിലായിരിക്കണം അതെപ്പോഴും വെക്കേണ്ടത്. എന്നിട്ട് വേണം നമ്മൾ ഹാമർ ഉപയോഗിച്ച് ഹിറ്റ് ചെയ്യാൻ. ഒരിക്കലും സ്ലാൻഡഡ് പൊസിഷൻ അല്ലെങ്കിൽ ഒരു ചരിച്ചിട്ട് വെക്കാൻ പാടില്ല. ടേൺഡ് ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ബൈ 90 ഡിഗ്രി ബിറ്റ്വീൻ ദി ഹിറ്റ്സ്. ഓരോ പ്രാവശ്യം നമ്മൾ ഹാമർ ഉപയോഗിച്ച് ഹിറ്റ് ചെയ്യുമ്പോഴും അത് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് റിലീസ് ചെയ്തിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോ അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോ, ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോ അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോ 90 ഡിഗ്രിയിൽ ജസ്റ്റ് ഒന്ന് അതിനെ തിരിച്ചു കൊടുക്കണം. ടൈപ്പ് ഓഫ് ഫില്ലർ മെറ്റീരിയൽ. അതിനകത്ത് ഉപയോഗിക്കുന്ന ഫില്ലർ മെറ്റീരിയൽ സോൾഡസ്റ്റ് ഉപയോഗിക്കാം, ഫൈബർ, പ്ലാസ്റ്റിക്, ആസ്ബറ്റോസ് ആൻഡ് സംടൈംസ് നൈലോൺ പ്ലഗുകളും അതിൻ്റെ ഹോളിൻ്റെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് ഫില്ലിംഗ് മെറ്റീരിയലായിട്ട് ഉപയോഗിക്കാറുണ്ട്. ദ ബാറ്റൺ ഓർ റൗണ്ട് ബ്ലോക്ക് ആർ ഫിക്സ്ഡ് ബൈ ദി സ്ക്രൂസ് പെനട്രേറ്റഡ് ഇൻ ടു ദ പ്ലഗ്. ബാറ്റൺ ഓർ റൗണ്ട് ബ്ലോക്ക് ആർ ഫിക്സ്ഡ് ബൈ ദ സ്ക്രൂസ്. സാധാരണ ബാറ്റൺ അതുപോലെ റൗണ്ട് ബ്ലോക്ക് ഒക്കെ എങ്ങനെയാണ് ഫിക്സ് ചെയ്യാറുള്ളത്? സ്ക്രൂസ് ഉപയോഗിച്ചിട്ടാണ്. വിച്ച് ആർ പെനട്രേറ്റഡ് ഇൻ ടു ദ പ്ലഗ്. പ്ലഗിൻ്റെ ഉള്ളിലേക്ക് പെനട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന സ്ക്രൂസ് ഉപയോഗിച്ചിട്ടാണ് ഫിക്സ് ചെയ്യാറുള്ളത്. വിച്ച് എക്സ്പാൻഡ്സ് ആൻഡ് ഗ്രിപ്സ് ദ വാൾ ഫേംലി. അതങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പോയിട്ട് വാളിൻ്റെ അകത്ത് ഗ്രിപ്പായിട്ട് കറക്റ്റ് ഗ്രിപ്പ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ്, അത് ഫേമായിട്ട് നിൽക്കുന്ന രീതിയിലാണ് അത് പെനട്രേറ്റ് ചെയ്ത് പോവാറ്. ആൻഡ് റോൾ പ്ലഗ്സ് ആർ ഓൺലി സൂട്ടബിൾ ഫോർ റിജിഡ് വാൾ. ഈ റോൾ പ്ലഗുകൾ റിജിഡ് വാൾ, ഉറപ്പായിട്ടുള്ള വാളുകൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. നോൺ റിജിഡ് വാൾസ് ആണെന്നുണ്ടെങ്കിൽ വുഡൻ ഗട്ടീസ് ആണ് അവിടെ ഉപയോഗിക്കാറുള്ളത്. വുഡൻ കെട്ടി എന്ന് പറയുമ്പോൾ ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളതാണ് വുഡൻ കെട്ടി. അതിൻ്റെ ഷേപ്പാണ് രണ്ട് സൈഡ് ഒരു റെക്റ്റാങ്കുലറിൻ്റെ സ്ലാൻഡഡ് പൊസിഷൻ, സൈഡ് സ്ലാൻഡഡ് ആയിട്ടായിരിക്കും വരിക. ഒരു ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ രണ്ട് എൻഡും ഒരേ സൈസ് ആവില്ല. ഫിഗറിനകത്ത് കാണിച്ചിട്ടുള്ളത് 50 mm ആണ്. അതിൻ്റെ ഒരു സൈഡിൽ 50 mm ഉള്ള സൈസിലാണ് വരുന്നത്. 50 mm സ്ക്വയറാണ് ഒരു സൈഡ്, മറ്റേ സൈഡാണെങ്കിൽ 30 mm സ്ക്വയറാണ് വരുന്നത്. 30 mm സൈഡ്സുള്ള ഒരു സ്ക്വയർ. അതിൻ്റെ രണ്ട് തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത്, രണ്ട് ഫേസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, സൈസ് കുറഞ്ഞ എഡ്ജും സൈസ് കൂടിയ എഡ്ജും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 60 mm ആണ് കൊടുത്തിട്ടുള്ളത്. ടീക്ക് വുഡ് കൊണ്ടാണ് ഉണ്ടാക്കാറുള്ളത്. ദ സൈസ് ഓഫ് ദ ഗട്ടി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ലോഡ് ഇറ്റ് ഹാസ് ടു ക്യാരി. അതിലൂടെ ക്യാരി ചെയ്യാവുന്ന ലോഡ് അനുസരിച്ചാണ് ഗട്ടിക്ക് എന്ത് ചെയ്യുന്നത്, സൈസ് നിശ്ചയിക്കുന്നത്. ആഫ്റ്റർ ഫിക്സിംഗ് വുഡൻ ഗട്ടീസ്, the cement requires at least 24 hours of curing before screws could be used on them. അപ്പോൾ നമ്മൾ വാളിൽ റോൾ ജമ്പർ എന്തെങ്കിലും ഉപയോഗിച്ച് ഹോള് മേക്ക് ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഗട്ടി വെച്ചു. ഗട്ടി സിമെൻറ്റ് ഇട്ട് അടച്ചു കഴിഞ്ഞതിന് ശേഷം ആ സിമെൻറ്റ് സെറ്റാവാൻ 24 മണിക്കൂർ സമയം കൊടുക്കണം. എന്നിട്ട് മാത്രമേ നമുക്ക് ഈ ഗട്ടിയിലേക്ക് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാൻ പാടുള്ളൂ. മെത്തേഡ് ഓഫ് ഫിക്സിങ്, എങ്ങനെയാണ് ഫിക്സ് ചെയ്യണമെന്ന് നോക്കാം. A recess hole of a size larger than the size of a guttie is made in the wall with a cold chisel and a hammer. ഒരു കോൾഡ് ചിസലോ അല്ലെങ്കിൽ ഒരു ഹാമറോ ഉപയോഗിച്ചിട്ട് ഗട്ടിയുടെ സൈസ് ഏതാണോ അതിനേക്കാളും വലുപ്പമുള്ള ഒരു ഹോൾ, റിസസ്ഡ് ഹോൾ നമ്മൾ മേക്ക് ചെയ്യാം. വാട്ടർ ഈസ് സ്പ്രിങ്കിൾഡ് ഇൻസൈഡ് ദ ഹോൾ ആൻഡ് എ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് സിമെൻറ്റ് മോട്ടാർ ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു ദ ഹോൾ. വാട്ടർ സ്പ്ലിങ്ക് ചെയ്തിട്ട് ആ ഒരു ഹോളിൻ്റെ അകത്തേക്ക് ഒരു സ്മോൾ എമൗണ്ട് ഓഫ് സിമെൻറ്റ് കയറ്റി വെക്കുക. ഗട്ടി അവിടെ വാളിൽ ഉറച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിൻ്റെ അകത്തേക്ക് സിമെൻറ്റ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത്.
ഗട്ടിയുടെ ലാർജർ സൈഡ് വാളിൻ്റെ ഉള്ളിലേക്കും ഹോളിൻ്റെ ഉൾഭാഗത്തേക്കും അതിൻ്റെ സ്മോളർ സൈഡ് പുറത്തേക്ക് വാളിൽ ഫ്ലഷ് ചെയ്ത് നിൽക്കുന്ന രീതിയിലായിരിക്കണം വെക്കേണ്ടത്. വാളിൻ്റെ പുറത്തേക്ക് നിൽക്കാൻ പാടില്ല. വാളിൻ്റെ ഉള്ളിൽ തന്നെ ഫ്ലഷ് മൗണ്ടഡ് ആയിട്ട് നിൽക്കുന്ന രീതിയിലായിരിക്കണം സ്മോളർ ഏരിയ വരേണ്ടത്. ലാർജർ ഏരിയ എന്ന് പറയുമ്പോൾ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. സ്മോളർ ഏരിയ വാളിന് ഫ്ലഷ് ആയിട്ട് നിൽക്കുന്ന രീതിയിൽ. ഫിൽ ദ ഹോൾ വിത്ത് സിമെൻറ്റ് മോട്ടാർ. എന്നിട്ട് എന്ത് ചെയ്യാം? സിമെൻറ്റ് മോട്ടാർ ഉപയോഗിച്ചിട്ട് ഫില്ല് ചെയ്യാം. ഫസ്റ്റ് സിമെൻറ്റ് മോട്ടാർ ഉപയോഗിച്ച് ഫില്ല് ചെയ്തതിന് ശേഷം ആഫ്റ്റർ ദ 4 hours ഓഫ് ഫിക്സിങ് 4 മണിക്കൂർ കഴിഞ്ഞിട്ട് വാട്ടർ ഈസ് സ്പ്രിങ്ക്ലഡ് ഓൺ ദി സിമെൻറ്റഡ് ഏരിയ. സിമെൻറ്റഡ് ഏരിയയിൽ വെള്ളം തെളിച്ച് കൊടുക്കുക. ആൻഡ് ആഫ്റ്റർ എവറി 1 hour ഡ്യൂറേഷൻ ഫോർ ക്യൂറിങ്. അത് ബെറ്ററായിട്ട് ക്യൂറിങ് നടക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ 4 മണിക്കൂർ കഴിഞ്ഞ് വെള്ളം തെളിക്കാൻ തുടങ്ങിയിട്ട് പിന്നെ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ഇതുപോലെ വെള്ളം തെളിച്ച് കൊടുക്കുക. ആഫ്റ്റർ 24 hours ഓഫ് ക്യൂറിങ് 24 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തേക്ക് എന്ത് ചെയ്യാം? വുഡൻ ബ്ലോക്ക് അല്ലെങ്കിൽ വുഡനോ ബോർഡോ ബാറ്റണോ ഒക്കെ റൗണ്ട് ബ്ലോക്കോ ഒക്കെ നമുക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ക്രൂ ആ ഗട്ടിക്കകത്തേക്ക് നമുക്ക് ഡ്രൈവ് ചെയ്ത് പിടിപ്പിക്കാം. നെക്സ്റ്റ് എക്യുപ്മെൻറ്റ് യൂസ് ചെയ്യുന്നത് പൈപ്പ് ജമ്പർ എന്ന് പറയും. യൂസ്ഡ് അലോങ് വിത്ത് എ ഹാമർ ടു മേക്ക് ത്രൂ ഹോൾസ് ഇൻ വാൾസ് ഡ്യൂറിങ് ദ വയറിങ്ങിൻ്റെ സമയത്തേക്ക് വാളുകൾ തുളച്ചുകൊണ്ട് ഹോൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതാ ഉപയോഗിക്കാറ്? പൈപ്പ് ജമ്പറാണ്. പൈപ്പ് ജമ്പർ ഒരു ഹാമറിൻ്റെ കൂടെ ഉപയോഗിക്കണം. ദ ഡയമീറ്റർ ഓഫ് ദ പൈപ്പ് ജമ്പർ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഡയമീറ്റർ ഓഫ് ദ പൈപ്പ് ടു ബി അക്കോമഡേറ്റഡ് ഇൻ ദ വാൾ. അപ്പോൾ നമ്മൾ വാൾ ക്രോസ് ചെയ്തുകൊണ്ട് വയറിങ് ചെയ്യണം എന്നുണ്ടെങ്കിലും അതിൻ്റെ അകത്തൂടെ പൈപ്പ് കടത്തി വിടണം. അപ്പോൾ എത്ര സൈസിലുള്ള പൈപ്പാണോ നമ്മൾ കോൺഡ്യൂട്ട് ആണോ നമ്മൾ കടത്തി വിടണം അതിനനുസരിച്ചിട്ടായിരിക്കണം പൈപ്പ് ജമ്പറിൻ്റെ സൈസും വരുന്നത്. ദ ലെങ്ത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി വാൾ തിക്നെസ്. അതിൻ്റെ പൈപ്പ് ജമ്പറിൻ്റെ സൈസ് ആണെങ്കിൽ അതിൻ്റെ ഡയമീറ്റർ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കോൺഡ്യൂട്ടിൻ്റെ ഡയമീറ്ററിനനുസരിച്ചിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ വാളിൻ്റെ തിക്നെസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഫിഗറിൽ കാണിച്ചിട്ടുള്ളതാണ് ജമ്പർ. അപ്പോൾ ഇത് പൈപ്പ് ജമ്പർ ആണെങ്കിൽ ഒന്നുകിൽ നമുക്ക് GI പൈപ്പ് ഓഫ് സ്യൂട്ടബിൾ സൈസിലുള്ളൊരു GI പൈപ്പ് ഉപയോഗിക്കാം. ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് പോലെ അതിൻ്റെ ഒരു എൻഡ് ഹാക്സോ ഉപയോഗിച്ച് സ്ലാൻഡ് ആയിട്ട് ചരിച്ചുകൊണ്ട് കട്ട് ചെയ്തിട്ടുള്ളത് ഉപയോഗിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ കട്ട് ടീത്ത് ഓൺ ഇതിനകത്തേക്ക് കട്ട് ചെയ്ത് വാൾ തുളച്ച് പോകുന്ന സമയത്തേക്ക് കറക്റ്റായിട്ട് ഹോൾ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സ്ലാൻഡിങ് കൊടുത്തിട്ട് ഒരു ഷാർപ്പ് കോർണർ പോലെ കൊടുക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ടീത്ത് പ്രൊവൈഡ് ചെയ്യാം. ഒരു ക്രൗൺ ഷേപ്പിലുള്ള ടീത്തുകൾ പ്രൊവൈഡ് ചെയ്തിട്ട് അതിനെ ഹോൾ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഷാർപ്പാക്കിയിട്ട് ആ എഡ്ജിനെ ഫോം ചെയ്യാം. പ്രീക്വേഷൻസ്. അങ്ങനെ നമ്മൾ പൈപ്പ് ജമ്പർ ഉപയോഗിക്കുന്ന സമയത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: റൊട്ടേറ്റ് ആസ് വെൽ ആസ് പുൾ ഔട്ട് ദ പൈപ്പ് ജമ്പർ ഫ്രം ദ ഹോൾ ബിറ്റ്വീൻ ദ ഹാമർ ബ്ലോസ്. ഓരോ പ്രാവശ്യം നമ്മൾ ഇപ്പോൾ നേരത്തെ റോൾ ജമ്പറിൻ്റെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ ഓരോ പ്രാവശ്യവും ഹാമർ ഉപയോഗിച്ച് അടിക്കുമ്പോഴും ഓരോ പ്രാവശ്യം അടിച്ചു കഴിഞ്ഞാലും ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പുള്ള് ചെയ്യുക, അതിനൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുകയും കൂടി വേണം. അങ്ങനെ അതിന് പുള്ള് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യുന്നതിന് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രോക്കൺ മേസൺറി പീസസ് ഒക്കെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പൊടിഞ്ഞ് മണ്ണൊക്കെ പൊടിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് അതിനെ പുറത്തേക്ക് പുള്ള് ചെയ്തിട്ട് കളയുന്നത്. സ്ലോ ഡൗൺ ദി ഹാമർ സ്ട്രോക്സ് വെൻ ദ പൈപ്പ് ജമ്പർ റീച്ചസ് ദ നിയറർ ടു ദ അതർ എൻഡ് ഓഫ് ദ വാൾ. വാളിൻ്റെ മറ്റേ എൻഡ് എത്താനാവുമ്പോൾ എന്ത് ചെയ്യുക? ഹാമറിൻ്റെ സ്ട്രോക്ക് നമ്മളൊന്ന് സ്ലോ ഡൗൺ ചെയ്യുക. അതുവരെ സ്പീഡിൽ അടിച്ചു പോയിട്ട് അതിൻ്റെ അപ്പുറത്തെ എൻഡ് എത്താനാകുമ്പോൾ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യണം. ടു അവോയ്ഡ് ദ fall down of the large sized plaster from the other side of the wall. അതെന്തിനാണ് അങ്ങനെ സ്ലോ ഡൗൺ ചെയ്യണത്? അതെല്ലാം നമ്മൾ ഒരേ സ്ട്രോക്കിൽ തന്നെ അടിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ വാളിൻ്റെ മറ്റേ സൈഡിൽ ലാർജ് സൈസിലുള്ള വാളിൽ പ്ലാസ്റ്റർ അങ്ങനെ ഇളകി വീഴാനുള്ള ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത എൻ്റെ അതർ സൈഡ് എത്താനാവുമ്പം സ്ലോ ഡൗൺ ചെയ്യണം എന്ന് പറയണത്. ചെക്ക് ഫോർ ദി പ്രസൻസ് ഓഫ് എനി കൺസീൽഡ് വയറിംഗ് യൂസിങ് ദ ലേ ഔട്ട് ഓഫ് ദ വയറിംഗ്. നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇതുപോലെ പൈപ്പ് ജമ്പറൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഹോള് മേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വാളിൻ്റെ അകത്ത് ഏതെങ്കിലും വയറിങ് എന്തെങ്കിലും കൺസീൽഡ് ആയിട്ട് കിടക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ആദ്യമേ ഈ വീടിൻ്റെ അല്ലെങ്കിൽ ഒരു ഈ ബിൽഡിങ്ങിൻ്റെ വയറിംഗ് ലേ ഔട്ട് നോക്കിയിട്ട് മനസ്സിലാക്കി വേണം നമ്മൾ അതാത് സ്ഥലങ്ങളിൽ റോൾ ജമ്പർ അല്ലെങ്കിൽ പൈപ്പ് ജമ്പർ ഉപയോഗിക്കാനായിട്ട്. നെക്സ്റ്റ് എനർജി മീറ്ററിൻ്റെ ഇൻസ്റ്റാളേഷനിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എനർജി മീറ്റർ ഏതൊക്കെ ടൈപ്പ് എനർജി മീറ്ററിൻ്റെ BIS സിമ്പിൾസ് ആണ് ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ളത്. സിംഗിൾ ഫേസ് എനർജി മീറ്ററിൻ്റെ സിമ്പിളുണ്ട്, അതുപോലെ 3 ഫേസ് എനർജി മീറ്ററിൻ്റെ. അപ്പോൾ മറ്റേതാണെങ്കിൽ വാട്ട് അവർ മാത്രം കൊടുത്തിട്ടുണ്ടാവുള്ളൂ. സിംഗിൾ ഫേസ് ആണെങ്കിൽ 3 ഫേസ് ആണെങ്കിൽ 3 വാട്ട് അവർ എന്ന് കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ളത് ഓൾഡ് ആൻഡ് ന്യൂ ടൈപ്സ് ഓഫ് സർവീസ് കണക്ഷൻ എനർജി മീറ്ററിലേക്ക് സർവീസ് കണക്ഷൻ കൊടുക്കുന്നതിൻ്റെ പണ്ട് ഉപയോഗിച്ചിരുന്ന രീതിയും അതുപോലെ ഇപ്പോൾ ഉപയോഗിക്കുന്ന രീതിയുമാണ് രണ്ടായിട്ട് കാണിച്ചിട്ടുള്ളത്.
പണ്ട് ഉപയോഗിച്ചിരുന്ന രീതി എന്ന് പറയുമ്പോൾ ഓൾഡ് ടൈപ്പ് ഓഫ് സർവീസ് കണക്ഷൻ ഫോർ പവർ സർക്യൂട്ടിലേക്ക് നമ്മൾ സർവീസ് കണക്ഷൻ പണ്ട് ഉപയോഗിച്ചിരുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ സർവീസിൽ നിന്ന് വരുന്ന ലൈനിനെ നേരിട്ട് നമ്മൾ ഒരു IC കട്ടൗട്ടിലേക്ക് കയറ്റിയിട്ട് IC കട്ടൗട്ടിൽ നിന്നാണ് പിന്നെ എനർജി മീറ്ററിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇങ്ങനെ IC കട്ടൗട്ടിലൂടെ എനർജി മീറ്ററിലേക്ക് കൊടുക്കുന്ന സമയത്ത് അവിടെ ഇലക്ട്രിസിറ്റി പിൽഫറേജ് വരാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി വേസ്റ്റേജ് ലീക്കേജ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, IC കട്ടൗട്ടിലേക്ക് കൊടുക്കാതെ നേരിട്ട് എനർജി മീറ്ററിലൂടെയാണ് ഇപ്പോൾ എനർജി മീറ്റർ കഴിഞ്ഞിട്ടാണ് IC കട്ടൗട്ടിലേക്ക് ഇപ്പോൾ കൊടുക്കുന്നത്. പിൽഫറേജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എനർജി മീറ്ററിലേക്ക് ആദ്യം കൊടുത്തിട്ട് പിന്നെ എനർജി മീറ്ററിന് IC കട്ടൗട്ടിലേക്ക് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ ഒരുപാട് കൃത്രിമങ്ങളും എല്ലാം ഇതിൻ്റെ കേസിൽ വരുന്നത് കാരണമാണ് ഇലക്ട്രിസിറ്റി ബോർഡ്സ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് അവർ IC കട്ടൗട്ടിൽ നിന്ന് നേരിട്ട് കൊടുക്കാതെ IC കട്ടൗട്ട് ആദ്യം എനർജി മീറ്ററിലേക്ക് കൊടുത്തിട്ട് നേരിട്ട് എനർജി മീറ്ററിലേക്ക് കൊടുത്തിട്ട് എനർജി മീറ്ററിൽ നിന്ന് പിന്നെ കട്ടൗട്ടിലേക്ക് പിന്നെ മെയിൻ സ്വിച്ചിലേക്ക് അവിടുന്ന് പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിലേക്ക്. അപ്പോൾ രണ്ടാമത് കാണിച്ചിട്ടുള്ള ടൈപ്പാണ് ഇപ്പോഴൊക്കെ ഫോളോ ചെയ്യുന്നത്. നെക്സ്റ്റ് ഇൻറ്റേർണൽ സർക്യൂട്ട് ഡയഗ്രാം ഓഫ് എ സിംഗിൾ ഫേസ് എനർജി മീറ്റർ. ഒരു സിംഗിൾ ഫേസ് എനർജി മീറ്ററിൻ്റെ ഇൻറ്റേർണൽ സർക്യൂട്ട് ഡയഗ്രാമാണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വർക്കിംഗ് ഒക്കെ പിന്നീട് മെഷർമെൻറ്റ്സ് പഠിക്കുന്ന സമയത്തേക്ക് പഠിക്കുന്നതായിരിക്കും. ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് ലൈൻ വയറും ന്യൂട്രൽ വയറും വരുന്നുണ്ട്. നേരെ ഫ്യൂസ് വഴി അതിൻ്റെ കോയിലിലേക്ക് കണക്ഷൻ പോകുന്നുണ്ട്. അതേപോലെ തന്നെ തിരിച്ച് കോയിലിൽ നിന്നും കണക്ഷനെല്ലാം ഫ്യൂസ് വഴി ന്യൂട്രൽ ലിങ്ക് വഴിയും ലോഡിലേക്കും തിരിച്ച് കണക്ഷൻ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇൻറ്റേർണൽ സർക്യൂട്ട് ഡയഗ്രാം ഫോർ 3 ഫേസ് എനർജി മീറ്റർ. 3 ഫേസ് എനർജി മീറ്റർ ആകുമ്പോൾ ഒരു ഡിഫറൻസ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഫേസ് ലൈനും അതിൻ്റെ അകത്തേക്ക് എൻ്റർ ചെയ്യുന്നുണ്ടാവും. കോയിലിലേക്ക് പ്രവേശിക്കുന്ന തിരിച്ച് വീണ്ടും 3 ഫേസായിട്ട് തിരിച്ച് തന്നെ ലോഡിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോകുന്നുണ്ട്. പ്രിക്വേഷൻസ് വൈൽ ഇൻസ്റ്റാളിങ് എനർജി മീറ്റർ. ഒരു എനർജി മീറ്റർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്തേക്ക് എടുക്കേണ്ട പ്രിക്വേഷൻസ്. Energy meters which are tested and approved by the local electricity authorities only should be used. Local electricity authority നമ്മുടെ KCB ഒക്കെ പോലുള്ള ഈ അതോറിറ്റീസ് ടെസ്റ്റ് ചെയ്ത് അപ്രൂവ് ചെയ്ത എനർജി മീറ്റർ മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ അവർ തരുന്നതായിരിക്കും മിക്കവാറും എനർജി മീറ്റർ അവരാണ് ടെസ്റ്റ് ചെയ്ത് അപ്രൂവ് ചെയ്തിട്ടാണ് തരാറ്. എനർജി മീറ്റേഴ്സ് ഷുഡ് ബി യൂസ്ഡ് ഇൻ ദ വെർട്ടിക്കൽ പൊസിഷൻ ഓൺലി. എനർജി മീറ്റർ എപ്പോഴും എന്ത് ചെയ്യാൻ പാടുള്ളൂ, അതിൻ്റെ വെർട്ടിക്കൽ പൊസിഷനിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. തിരിച്ചൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എറർ വരാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ കണക്ഷൻസ് ഫോർ ഇൻകമിംഗ് ആൻഡ് ഔട്ട് ഗോയിങ് സപ്ലൈ ഷുഡ് ബി മെയ്ഡ് അക്കോർഡിംഗ് ടു ദ മാനുഫാക്ചറേഴ്സ് ഇൻസ്ട്രക്ഷൻസ്. ഇൻകമിങ്ങും അതുപോലെ ഔട്ട് ഗോയിങ് സപ്ലൈൻ്റെ കണക്ഷൻസൊക്കെ അത് മാനുഫാക്ചർ ചെയ്ത ആളുടെ ഇൻസ്ട്രക്ഷൻസ്. അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരു എനർജി മീറ്റർ വാങ്ങുന്ന സമയത്തേക്ക് അതിൻ്റെ കൂടെ ഒരു മാനുവൽ പോലെ അതിൻ്റെ ഒരു ബ്രൗഷർ പോലെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. അതിനകത്ത് കണക്ഷൻസ് എങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടത് എന്ന് അത് മാനുഫാക്ചററുടെ ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. അതനുസരിച്ചിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതിൻ്റെ ഇന്നർ പ്ലേറ്റിൽ എനർജി മീറ്ററിൻ്റെ ഇന്നർ പ്ലേറ്റിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഡയഗ്രം ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. സോ ആ കണക്ഷൻ ഡയഗ്രത്തിനനുസരിച്ച് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അതിൻ്റെ കണക്ഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ പാടുള്ളൂ. The National Electricity Codes of Practice and IE Rules for Energy Meter Installation. എനർജി മീറ്റർ ഇൻസ്റ്റാളേഷന് വേണ്ടിയിട്ടുള്ള നാഷണൽ ഇലക്ട്രിസിറ്റി കോഡുകളും അതുപോലെ IE റൂൾസും പാലിക്കേണ്ട നാഷണൽ ഇലക്ട്രിസിറ്റി കോഡുകളും അതുപോലെ IE റൂൾസും ഏതൊക്കെയാണെന്ന് നോക്കാം. It should be readily accessible to both the owner of the building and the authorized representatives of the supply authority. നമ്മളൊരു എനർജി മീറ്റർ വെക്കുന്ന സമയത്ത് അത് നമുക്കും ആ ബിൽഡിങ്ങിൻ്റെ ഓണർക്കും അതുപോലെ KCB എന്ന് വരുന്ന ആളുകൾക്ക് റീഡിംഗ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവർക്കും ഒരുപോലെ ആക്സസിബിൾ ആയിട്ടുള്ള സ്ഥലത്ത് വേണം നമ്മളത് വെക്കാനായിട്ട്. അറ്റ് എ ഹൈറ്റ് കൺവീനിയൻറ്റ് നോട്ട് ദ മീറ്റർ റീഡിംഗ്. നോക്കിക്കഴിഞ്ഞാൽ മീറ്റർ റീഡിംഗ് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഹൈറ്റിലായിരിക്കണം ഫിക്സ് ചെയ്യേണ്ടത്. എബൌട്ട് 1 മീറ്റർ ഫ്രം ദി ഗ്രൗണ്ടിൽ നിന്ന് 1 മീറ്ററിൻ്റെ മേലേക്കായിട്ടായിരിക്കണം ഫിക്സ് ചെയ്യേണ്ടത്. അതിനകത്ത് താഴേക്ക് വെക്കാൻ പാടില്ല. ഐദർ ബി പ്രൊവൈഡഡ് വിത്ത് പ്രൊട്ടക്റ്റീവ് കവറിങ് എൻക്ലോസ്ഡ് ദം കംപ്ലീറ്റ്ലി എക്സെപ്റ്റ് ദ ഗ്ലാസ് വിൻഡോ. പ്രൊട്ടക്റ്റീവ് കവറിങ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് എൻക്ലോസ്ഡോ ആയിട്ട് വേണം എപ്പോഴും എനർജി മീറ്റർ. നമുക്കറിയാം നമ്മുടെ വീടുകളിലൊക്കെ എനർജി മീറ്റർ പുറത്ത് മൊത്തം എൻക്ലോസ്ഡ് ആയിട്ടുള്ള മെറ്റലിൻ്റെ അകത്താണ് എനർജി മീറ്റർ ബോർഡ് വെക്കാറുള്ളത്. അപ്പം ആ ഗ്ലാസ് വിൻഡോയുടെ പോർഷൻ മാത്രം നമ്മൾ പുറത്തേക്ക് കാണുന്ന രീതിയിൽ വെച്ചിട്ട് ബാക്കിയെല്ലാം എൻക്ലോസ്ഡ് ആയിട്ട് വേണം പ്രൊവൈഡ് ചെയ്യാനായിട്ട്. Deemed to be correct if its limit of error do not exceed 3% above or below the absolute accuracy. Absolute accuracyയുടെ മേലേക്കോ താഴേക്കോ ഒരു 3% വ്യത്യാസം, അതിലും കൂടുതലാണെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ 3% ഉള്ളിലൊക്കെയാണ് എനർജി മീറ്ററിൻ്റെ എററുകൾ വരുന്നത് എന്നുണ്ടെങ്കിൽ അത് സ്വന്തമായിട്ട് കറക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഇരിക്കേണ്ടത്. ആൻഡ് പ്രോപ്പർലി എർത്ത് യൂസിങ് ദ പ്രോപ്പർ യൂസ് സൈസ് ഓഫ് എർത്ത് കണ്ടിന്യൂറ്റി കണ്ടക്ടർ. പ്രോപ്പർ സൈസുള്ള എർത്ത് കണ്ടിന്യൂറ്റി കണ്ടക്ടർ ഉപയോഗിച്ചിട്ട് അതിനെ പ്രോപ്പർലി എർത്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം.